നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഫാത്തിമ മാതാ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഫാത്തിമ മാതാ സ്കൂളിന്റെ എലോറ എന്ന നാമത്തിലുള്ള സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണശബളമായ ഘോഷയാത്രയോടെ ആരംഭം കുറിച്ചു. ശേഷം സ്കൂൾ അങ്കണത്തിൽ ചേർന്ന ഒരു വർഷത്തെ പരിപാടികളുടെ ഉദ്ഘാടനം പ്രൗഢഗംഭീരമായ സദസ്സിൽ തിരൂർ MLA ശ്രീ കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു. മാനേജർ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സി എൽസീന ജോൺ SH അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ LP വിഭാഗം PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജീന ഭാസ്കർ സ്വാഗതവും സ്കൂൾ പിന്നിട്ട ചരിത്രങ്ങളെക്കുറിച്ച് എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ സീന ആൻഡോ SH സദസ്സിനോട് വിവരിക്കുകയും ചെയ്തു. തിരൂർ മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ ഷബീർ അലി, മുൻ പ്രധാനാധ്യാപിക സിസ്റ്റർ തോമസീന SH, ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ, ഫാദർ തോമസ് മണ്ണഞ്ചേരി, വികാർ സെന്റ് മേരീസ് ചർച്ച് തിരൂർ, ശ്രീമതി സിസിലി പോൾ പ്രിൻസിപ്പൽ ഫാത്തിമ മാതാ HSS, അൻവർ സാദ് കളിയത് ചെയർമാൻ MES സെൻട്രൽ സ്കൂൾ തിരൂർ, അബ്ദുൽ ജലീൽ PTA പ്രസിഡന്റ് ഫാത്തിമ മാതാ HSS, വേണുഗോപാൽ സെക്രട്ടറി ഫാത്തിമ മാതാ എക്സ് സ്റ്റുഡൻസ് അസോസിയേഷൻ FESA എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നൃത്ത പരിപാടികളും അരങ്ങേറി. ചടങ്ങിൽ ഫാത്തിമ മാതാ LP സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ നിർമ്മൽ HS നന്ദി പറഞ്ഞു.
ദൈവത്തിന് മുൻപിൽ എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കണം എന്നറിയാതെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ആയിരുന്നുകൊണ്ട് ചരിത്രത്താളുകളിലൂടെ കടന്നു പോവുകയാണ്. ധന്യൻ കദളിക്കാട്ടിൽ മത്തായച്ചൻ്റെ ചരമദിനത്തിൽ തിരുഹൃദയ സഭയുടെ ഒരു ഭവനം തിരൂർ ഇടവകയിൽ ആരംഭിച്ചു. അഡ്വക്കേറ്റ് പാപ്പു മാഞ്ഞൂരാൻ്റെ വീട്ടിൽ താമസിച്ച് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 1975 മെയ് 27 ഒരു വാടക കെട്ടിടത്തിലേക്ക് സിസ്റ്റേഴ്സ് താമസം മാറ്റി. We are celebrating our glorious 50 years Elora Golden Jubilee celebration. I am feeling proud to be here as a former student. Now I am as a PTA president. I am standing in front of you. ഈ വർഷത്തിൻ്റെ യാത്രയിൽ, ഈ 50 വർഷത്തിൻ്റെ യാത്രയിൽ സ്കൂളിൻ്റെ ആന്തരികവും ബാഹ്യവുമായ ശക്തികളായ വിദ്യാർത്ഥികളെ നന്ദിയോടെ സ്നേഹിക്കുന്നു. അവരുടെ വീക്ഷണവും അവരുടെ പ്രവർത്തന ശേഷിയും കൂട്ടുത്തരവാദിത്വവും കൂട്ടായ്മയും ഈ സ്കൂളിൻ്റെ മികവിനും വിജയത്തിനും വേണ്ടി അടുത്തറപ്പാക്കിയത് ഏറ്റവും വിസ്മയമായ കാര്യമാണ്. 50 കൊല്ലം മുമ്പ് എന്ന് പറയുമ്പോൾ കേരളം സാക്ഷരതയിൽ എത്ര പിറകിലായിരുന്നു എന്നതിനെ കുറിച്ച് കൊടുക്കാൻ സാധിക്കും. അവിടെ തന്നെ തീരദേശത്തിനോടടുത്ത ഈ പ്രദേശം കുറച്ചുകൂടി ആ പിന്നോക്കാവസ്ഥ കനപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നമ്മുടെ ഈ പ്രദേശത്ത് സമാരംഭം കുറിക്കുന്നത്. ഒന്ന് അങ്ങനെ ഒരു സ്ഥാപനം ആ കാലഘട്ടത്തിൽ തുടക്കം കുറിക്കാൻ തന്നെ വലിയ ധൈര്യം വേണം. ആ തന്റെ കാഴ്ചയിലുള്ള സന്തോഷം കൂടി ആ വൈജ്ഞാനിക തലത്തിന് ശക്തി പകരാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞത് ചെറിയ ഒരളവിലല്ല എന്ന് തീർച്ചയായും. അതുകൊണ്ട് ഈ പ്രദേശത്തിന്റെ തന്നെ വളർച്ചയിൽ ഈ സ്ഥാപനത്തിനുണ്ടായിട്ടുള്ള സ്ഥാനം, അതിലെ പങ്കാളിത്തം അത് വളരെ വലുതാണ് എന്ന് ഞാൻ തിരിച്ചറിയും. നമ്മുടെ പ്രദേശം, നമ്മുടെ ജില്ലയിൽ, സംസ്ഥാനമൊക്കെ സാക്ഷരതാ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് വൈജ്ഞാനിക തലത്തിൽ വലിയ മുന്നേറ്റം നടത്തുകയാണ്. ലോകത്തിന്റെ തന്നെ മുമ്പിൽ മാതൃകയായി നമ്മൾ പല കാര്യങ്ങൾക്കും ഈ കൊച്ചുകേരളത്തിൽ അവതരിപ്പിക്കാറുണ്ട്. ഒരു കാലത്ത് നമ്മുടെ ഈ പ്രദേശമൊക്കെ വളരെ പിന്നോക്കമായിരുന്നു മാറി. പച്ചമാറി എന്ന് പറയുന്നില്ലെങ്കിലും ചില നിലങ്ങളിലെങ്കിലും പഠന മേഖലയിലെങ്കിലും ഉയർന്നു വരാൻ, മുന്നോട്ട് വരാൻ, കുതിച്ചുയരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇടപെടലിന്റെ ഫലമാണ് എന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നന്മ പകർന്നു കൊടുത്ത സഹോദരൻ അതെല്ലാം കൂടിയായപ്പോഴാണ് ഈ വലിയ രാജ്യത്തോളം വലിയ പൂവ് നമ്മുടെ മുമ്പിൽ വിസ്തരിച്ച് വിടർന്ന് പടർന്ന് നിൽക്കാൻ പര്യാപ്തമായി. ആ പൂക്കളിലെ എതിരാണ് ഈ സ്ഥാപനങ്ങൾ. ഇനി നമുക്ക് മുന്നേറേണ്ടതുണ്ട്. പഠന മേഖലയ്ക്ക്, പഠനതലത്തിന് പുതിയ മേഖലകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് എഴുത്തും വായനയും അറിഞ്ഞാൽ മതിയായിരുന്നു, കണക്കുകൂട്ടാൻ അറിഞ്ഞാൽ മതിയായിരുന്നു. ഇവിടുത്തെ തിരൂരിലെ ഒരു സാധാരണക്കാരന്റെ മക്കളെ പഠിപ്പിക്കുന്നതിന്റെ ഒരു അളവ് അങ്ങനെയായിരുന്നു. എന്റെ കുട്ടിക്ക് മലയാളത്തിൽ എഴുതാനും വായിക്കാനും ഒക്കെ കഴിയണം. എന്റെ കുട്ടിക്ക് കണക്കൊക്കെ കൂട്ടാൻ അറിയണം. അവർക്ക് ഇരിക്കുന്ന വ്യക്തിയെ അടക്കയുടെ, നാളികേരത്തിന്റെ, അളക്കുന്ന നെല്ലിന്റെ ഇതൊക്കെ കണക്ക് കൂട്ടാൻ അറിയണം. അതിനറിഞ്ഞില്ലെങ്കിൽ എന്റെ മോശക്കാരനായി പോകും എന്ന് നിലത്തിരുന്ന ഒരു അരനൂറ്റാണ്ടിനപ്പുറമുള്ള ഒരു കാലഘട്ടമുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ പേരിൽ എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. തലശ്ശേരി ഉപതയുടെ കീഴിലുള്ള സെൻറ് ജോസഫ് പ്രൊവിൻസ് വളരെ തീഷ്ണതയോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ തിരുവിലേക്ക് കടന്നു വരികയും വളരെ കുറഞ്ഞ കുട്ടികളെ കൊണ്ട് ഒരു സ്ഥാപനം, ഒരു സ്കൂൾ ആരംഭിക്കുകയും, പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാക്ഷരത എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ നിലവാരത്തിലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ആരംഭിക്കാനുള്ള വലിയ ആർജവത്വം കാണിക്കാൻ നമുക്ക് ധൈര്യം നൽകിയത് ദൈവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ആർജവത്വം കാണിച്ചുകൊണ്ട് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റാണ് ഈ SH കോൺഗ്രിഗേഷൻ ഈ തിരൂരിൻ്റെ ഈ പട്ടണത്തിൽ അവർ നിക്ഷേപിച്ചത്. 1975 ഒരു കുട്ടിയെ വെച്ച് തുടങ്ങിയ അന്ന് ഇതിൻ്റെ ഭരണകർത്താക്കളോ അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ളവരൊന്നും ഒരു പക്ഷേ ഈ
2500 മുകളിലുള്ള കുട്ടികൾ പഠിക്കുന്നത് സ്ഥാപനമാണെന്ന ഒരു കാലവും പിടിച്ചിട്ട് കാണുക. ഇവിടെ പിടിച്ചു നിൽക്കാൻ അത്യാവശ്യമുള്ള ഒരു കാഴ്ചപ്പാടെ അവർ കാണുള്ളൂ. എന്നതൊക്കെ മാറി 50 കൊല്ലമാകുമ്പോൾ ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്ത്യം എന്ന് എഴുതേണ്ട കാര്യമില്ല, അചിന്ത്യം എന്ന് എഴുതിയിട്ട് മുന്നോട്ട് പോകണം എന്നാണ്. സഭാശത്തെ പറഞ്ഞ ഇന്റർനാഷണൽ സ്കൂളായിട്ട് വരട്ടെ, നാഷണൽ സ്കൂളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് വരെ ആരുണ്ട്. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ സ്കൂളിനെ കുറിച്ച് പറഞ്ഞത്. എൻ്റെ നാട്ടിലാണെങ്കിൽ പറയുമ്പോൾ ഇതൊരു ഭയങ്കര സ്കൂളല്ലേ. സോ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അഭിമാനമാണ്. യെസ്, ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ അടുത്ത നാളിൽ 1-2 മീറ്റിങ്ങുകൾ ഇതിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് അറ്റൻഡ് ചെയ്തു. അപ്പം എന്നോട് പറഞ്ഞിങ്ങനെ ചരിത്രം ഇതൊക്കെയാണ്, 50 വർഷമൊക്കെയായി. അപ്പം ഞാൻ ജസ്റ്റ് ആ സംഭാഷണത്തിൽ ഞാൻ ചോദിച്ചു, പുസ്തകം ഇതിൻ്റെ ആദ്യകാലത്തെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ വന്നപ്പോഴാണ് റീസോഴ്സസ് ഒക്കെ പോകുന്നത്, കുറേ റിസോഴ്സസ് ഓടിപ്പോകുന്നു. ഞങ്ങളുടെയൊക്കെ ഈ ഒരു ലൈഫിൽ ടോം ആൻഡ് ജെറി ഏറ്റവും എനർജിയുള്ള 2 വ്യക്തികളാണ്. അതുപോലെ 2 പേരെ ഓടിപ്പോകും. അപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞാ പോകും ആദ്യത്തെ ടീച്ചർ. ഫ്രണ്ട്സ്, ഒരു മിനിറ്റ് ഞാൻ എൻ്റെ സ്പീച്ച് മിസ്സായിരിക്കും. സ്പീച്ച്ലെസ് മൈ ഗോഡ്. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്. 1990 10ാം ക്ലാസ് പാസ്സായി ഇവിടെ നിന്ന് പോയി. അന്ന് 3 ബാച്ചാണ് അതിന് മുമ്പ് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഫാത്തിമ സ്കൂള് ഞങ്ങളുടെ ഒരു വികാരമാണ്. അത് ഈ സ്കൂളിൽ എങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു പൂർവ്വ വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ ഒരു പ്രത്യേകമായ ഒരു സ്ഥാനമാണ് നമുക്ക് ഈ സ്കൂളിനോടുണ്ടാകുന്നത്. എവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നാലും നമ്മുടെ ശൈശവ കൗമാര കാലഘട്ടത്തിലെ ബാല്യ കാലഘട്ടത്തിലെ ഈ സ്കൂളിൻ്റെ ഇവിടത്തേക്കാൾ കൂടുതൽ ഹൈസ്കൂളിലും ഈ കോമ്പൗണ്ടിലും ആ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്ത് ഷോർട്ട് പുട്ട് എറിയാനും ആ പള്ളിയുടെ അടുത്തുള്ള ബിൽഡിംഗിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിലിരിക്കാനൊക്കെ അവസരം കിട്ടിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ 50 വർഷമായ ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സ്ഥാപനം, ഇതിൻ്റെ വളർച്ച, ഇതിൻ്റെ ഉയർച്ച ഇനിയും വാനോളം ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇംഗ്ലീഷ് ഒരു പേടിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് ഈ താഴെപ്പാലത്തൂടെ പോകുമ്പോൾ വളരെ ഒരു താല്പര്യത്തോടെ കണ്ടിരുന്ന സ്കൂളിൽ എൻ്റെ മകനെ ചേർക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും എന്നാലും ഒരു പാരൻസ് മീറ്റിങ്ങിനൊന്നും ഞാൻ സാധാരണ വരാറുണ്ടായിരുന്നില്ല. എൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ മകൻ്റെ പാരൻസ് മീറ്റിങ്ങൊക്കെ കൊണ്ടിട്ടാറുള്ളത്. ഒരു ദിവസം വീട്ടിൽ കിടന്നിരുന്ന ഞാൻ ഒരു പാരൻസ് മീറ്റിംഗ് ജനറൽ ബോഡിക്ക് എത്തുകയും അന്നൊരു ഇലക്ഷൻ നടത്തുകയും ഞാൻ പ്രസിഡന്റ് ആവുകയും ചെയ്തു. Supporting our school, inspiring and mentoring the students and ensuring that Fatima Mother remains a beacon of knowledge and character. ഫാത്തിമ മാതാ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി. എലോറ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച തിരൂർ MLA ശ്രീ കുരുക്കോട് മൊയ്തീൻ അവർക്ക് ഫാത്തിമ മാതാ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾ
ജാൻ മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205, മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.